ഹായ്, ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് മാതാപിതാക്കൾ ഒരുപാട് അലട്ടുന്ന ഒരു വലിയൊരു പ്രശ്നത്തെക്കുറിച്ചാണ്. കുട്ടികളുടെ മൊബൈൽ ഫോൺ ഉപയോഗം അല്ലെങ്കിൽ കുട്ടികളുടെ സ്ക്രീൻ ഉപയോഗം. അതിന് അഡിക്റ്റ് ആയ ഒരു അവസ്ഥയാണ് നമ്മുടെ കുട്ടികളുള്ളത്. അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അവിടെ പഠനത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അവരുടെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അവരുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ കുട്ടികളിൽ മൊബൈൽ അഡിക്ഷൻ കാരണം ഉണ്ടാകുന്നത്. അത് എങ്ങനെ കണ്ടെത്താം? കുട്ടികൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ, ആ അഡിക്ഷനിലേക്ക് അവർ എത്തിയിട്ടുണ്ടോ എന്നുള്ളത് എങ്ങനെ തിരിച്ചറിയാം? എങ്ങനെ ഇതിൽ നിന്നൊരു മോചനം നേടാം? എങ്ങനെ ഇത് കൺട്രോൾ ചെയ്യാം? നമുക്കറിയാം മൊബൈൽ ഫോൺ എന്നുള്ളത് നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാധനമാണ്. മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, ഇൻ്റർനെറ്റ് ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, ടാബ്ലറ്റുകൾ ആയിക്കോട്ടെ, എന്താണെങ്കിലും അത് നമുക്ക് ആവശ്യത്തിന് വേണ്ട കാര്യമാണ്. പക്ഷേ ഇത് അമിതമായി ഉപയോഗിക്കുമ്പോൾ, അനാവശ്യമായി ഉപയോഗിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? എങ്ങനെ ഇതിൽ നിന്ന് ആ ഒരു പ്രശ്നം അമിതമായി ഉപയോഗിക്കുന്നതിൽ നിന്ന് എങ്ങനെ അത് ഒഴിവാക്കാം? എങ്ങനെ കുട്ടികളിൽ നിന്ന് അതിൽ നിന്ന് രക്ഷിക്കാം എന്നുള്ളതിനെ കുറിച്ച് വളരെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യമായി എന്താണ് ഈ സ്ക്രീൻ അഡിക്ഷൻ അല്ലെങ്കിൽ മൊബൈൽ അഡിക്ഷൻ എന്നുള്ളത് നോക്കാം. കുട്ടികൾ സാധാരണ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ, ടാബ്ലറ്റുകൾ, കമ്പ്യൂട്ടറുകൾ, TV പോലുള്ളവ, അതേമാതിരി വീഡിയോ ഗെയിംസ് ഡിവൈസുകൾ, ഇത്തരം കാര്യങ്ങൾ, ഇത്തരം ഡിവൈസുകൾ അമിതമായി ഉപയോഗിക്കുക, നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ സ്ക്രീൻ അഡിക്ഷൻ എന്നുള്ളത്. ഇതൊരു ലഹരിയായി മാറുകയും കുട്ടികൾക്ക് ഇത് ഉപയോഗിക്കുന്ന സമയത്ത് അവർക്കൊരു ആനന്ദം ലഭിക്കുകയും ഇത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഈ സ്ക്രീൻ അഡിക്ഷൻ എന്ന് പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഒരു രോഗമായിട്ട് തന്നെ നമ്മൾ കണക്കാക്കണം. കാരണം ഇതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമൂഹികമായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു മൊബൈൽ അഡിക്ഷൻ കാരണം കുട്ടികൾക്ക് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ കുട്ടികൾക്ക് ഈ മൊബൈൽ അഡിക്ഷൻ ഉണ്ടോ, സ്ക്രീൻ അഡിക്ഷൻ ഉണ്ടോ എന്നുള്ളത് ചില ലക്ഷണങ്ങളിൽ, കുട്ടികളുടെ ചില പെരുമാറ്റങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവർ ആ ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇതിൽ ആദ്യമായി പറയാനുള്ളത്, കുട്ടികളോട് നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കേണ്ടെന്ന് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ആ മൊബൈൽ ഫോൺ വാങ്ങി വെക്കുന്ന സമയത്ത് കുട്ടികൾക്ക് അനിയന്ത്രിതമായ ദേഷ്യം വരിക, നമ്മളെ ആക്രമിക്കാൻ വരിക, വാശി പിടിക്കുക, കരയുക, അതുപോലെയുള്ള ലക്ഷണങ്ങൾ നിങ്ങൾ കുട്ടികൾ കാണിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു മൊബൈൽ അഡിക്ഷനിലേക്ക് അവർ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ കുട്ടികൾക്ക് മുമ്പുണ്ടായിരുന്ന ഹോബികൾ, അവരുടെ പഠനശീലങ്ങൾ, അവരുടെ വായനകൾ, അവരുടെ കൂട്ടുകാരുമായി ടൈം സ്പെൻഡ് ചെയ്യുന്നത്, ഇത്തരം അവരുടെ മറ്റ് ആഗ്രഹങ്ങൾ, മറ്റ് താല്പര്യങ്ങളോടൊക്കെ ഒരു താല്പര്യക്കുറവ് അനുഭവപ്പെടുക, അതിനോടൊന്നൊരു താല്പര്യമില്ലായ്മ, ഈ മൊബൈലിനോട് മാത്രം കൂടുതൽ സമയം ഇതിലേക്ക് മാത്രം സമയം ചെലവഴിക്കുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടായി വരുന്നുണ്ടെങ്കിൽ, ആ ഒരു മാറ്റം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ ഈ മൊബൈൽ അഡിക്ഷനിൻ്റെ ആ ഒരു ലക്ഷണങ്ങളാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾ സാമൂഹികമായി ഒറ്റപ്പെടുന്ന ഒരു സിറ്റുവേഷൻ, കൂട്ടുകാരുമായി സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നില്ല, കുടുംബക്കാരുമായിട്ട്, വീട്ടുകാരുമായിട്ടൊന്നും കൂടുതൽ സമയം സംസാരിക്കാനോ ചെലവഴിക്കാനോ താല്പര്യമില്ലാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ അതും ഒരു പക്ഷേ ഇതിൻ്റെ ലക്ഷണങ്ങളാവാനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ നേരം, പ്രത്യേകിച്ച് രാത്രിയൊക്കെ ഉപയോഗിക്കുന്നത് കാരണം ഉറക്കമില്ലായ്മ ഉണ്ടാവുക, ഉറക്കം നഷ്ടപ്പെടുക, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാവുക, പഠനത്തിനോട് താല്പര്യം ഉണ്ടാവാതിരിക്കുക, ഹോംവർക്കുകൾ ചെയ്യാൻ മടിയുണ്ടാവുക, ശ്രദ്ധക്കുറവ്, അതുപോലെ തന്നെ പെട്ടെന്ന് മറന്നു പോവുക, അതുപോലെ തന്നെ ശാരീരികമായുള്ള പ്രശ്നങ്ങൾ, കഴുത്ത് വേദന, കണ്ണുവേദന, തലവേദന തുടങ്ങിയ ഈ മൊബൈൽ ഫോൺ കൂടുതലായിട്ട് ഉപയോഗിച്ചത് മൂലമുണ്ടാകുന്ന ശാരീരികമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, ഇത്തരം ലക്ഷണങ്ങളൊക്കെ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ ഈ ഒരു മൊബൈൽ അഡിക്ഷൻ്റെ, സ്ക്രീൻ അഡിക്ഷൻ്റെ ലക്ഷണങ്ങളാവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ മകൾ അല്ലെങ്കിൽ മകൻ ഈ ഒരു സ്ക്രീനോട് ഒരുപാട് അഡിക്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഇത് എങ്ങനെ പരിഹരിക്കാം? കുട്ടികൾ അറിയാതെ തന്നെ അവർക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ ഒരു മൊബൈൽ ഫോൺ അഡിക്ഷൻ, ഈ ഒരു സ്ക്രീൻ അഡിക്ഷനിൽ നിന്ന് എങ്ങനെ ഒരു മോചനം നേടാം? അതിനെന്തൊക്കെ കാര്യങ്ങളാണ് ഒരു മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമായി തന്നെ പറയാനുള്ളത്, 2 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ ഒരിക്കലും മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ കൊടുക്കാൻ പാടില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അത് അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെയും അവരുടെ വളർച്ചയൊക്കെ സ്വാധീനിക്കും, അത് ബാധിക്കും, അത് ഭാവിയിൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് 2 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ കൊടുക്കരുത്. ഇനി 2 വയസ്സിന് മുകളിലുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ മൊബൈൽ ഫോൺ കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു കൃത്യമായ സമയപരിധി പറഞ്ഞുകൊണ്ട് അവർ കൊടുക്കാം. ഉദാഹരണത്തിന് 1 മണിക്കൂർ നേരം അല്ലെങ്കിൽ അരമണിക്കൂർ നേരം, മാക്സിമം 2 മണിക്കൂർ വരെയൊക്കെ നമുക്ക് കൊടുക്കാം. അപ്പോൾ കൃത്യമായ സമയം പറഞ്ഞുകൊണ്ട് ഇത്ര സമയം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് നിർദ്ദേശിച്ചുകൊണ്ട്
അവർക്കത് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അവരത് സമ്മതിച്ചതിന് ശേഷം നിങ്ങൾക്കത് കൊടുക്കാം. കറക്റ്റ് 1 മണിക്കൂറാണെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞ ശേഷം കുട്ടികളുടെ മൊബൈൽ വാങ്ങി വെക്കുക. അതുപോലെ തന്നെ 2 മണിക്കൂറിന് ശേഷം നിങ്ങൾ കുട്ടികളിൽ നിന്ന് നിങ്ങളുടെ സമയപരിധി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കുട്ടികളുടെ കയ്യിൽ നിന്ന് ആ മൊബൈൽ ഫോൺ നിർബന്ധമായിട്ട് വാങ്ങി വെക്കുക. ഇങ്ങനെ കൃത്യമായ സമയപരിധി വെച്ചുകൊണ്ട് കുട്ടികൾക്ക് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ മറ്റുള്ള ഇതുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ ഉപയോഗിക്കാൻ നിങ്ങൾ കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വീട്ടിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഉറങ്ങുന്ന സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്, സ്റ്റഡി റൂമിൽ ഒരിക്കലും മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്, ആ സ്റ്റഡി ടൈമിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്. ഇങ്ങനെ ഇത്തരം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വീട്ടിൽ കൊണ്ടുവരിക. അത് കുട്ടികൾ പാലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തുക. ഇത്തരം കാര്യങ്ങളിലൂടെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഈ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം, കുട്ടികളുടെ മറ്റു ആക്ടിവിറ്റികൾ, നമ്മൾ സൈക്കിൾ ഓടിക്കുക, കളിക്കുക, കൂട്ടുകാരുമായി സംസാരിക്കുക, കൂട്ടുകാരുമായി കളിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഹോബികൾ ഉണ്ടെങ്കിൽ ആ ഹോബികളിൽ ഏർപ്പെടുക, പഠനങ്ങളിൽ ഏർപ്പെടുക. ഇത്തരം ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് കൂടുതലായിട്ട് ചെയ്യുക, വീട്ടുകാരുമായി കൂടുതലായിട്ട് സംസാരിച്ചിരിക്കുക. ഇത്തരം കാര്യങ്ങളിൽ കുട്ടികളെ കൂടുതൽ ഫോക്കസ് ചെയ്യിപ്പിച്ചുകൊണ്ട് അവരെ കൂടുതൽ ഇത്തരം കാര്യങ്ങളിൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നമ്മളും അത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കുട്ടികളുടെ ആ ഒരു മൊബൈലിനോടുള്ള ആ ഒരു ചിന്തയും ആ ഒരു തോട്ടും ഇല്ലാതാക്കുന്ന രീതിയിൽ കൂടുതൽ ഇത്തരം കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, കുട്ടികൾ ആ രീതിയിലേക്ക് പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാതൃകയാവുക എന്നുള്ളതാണ്. നമുക്ക് ആ മൊബൈൽ അഡിക്ഷൻ ഉണ്ടെങ്കിൽ, സ്ക്രീൻ അഡിക്ഷൻ ഉണ്ടെങ്കിൽ ആദ്യം തിരുത്തേണ്ടത് നമ്മളാണ്. അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊരു മാതൃകയാവുക. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുക. നമ്മൾ അനാവശ്യമായി മൊബൈൽ ഫോൺ വീഡിയോ മറ്റും കണ്ടിരിക്കുന്നത് കുട്ടികളുടെ മുമ്പിൽ നിന്ന് ഒഴിവാക്കുക. അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊരു മാതൃകയാക്കിക്കൊണ്ട് നമ്മൾ കൂടുതൽ നേരം കുട്ടികളുമായി സംസാരിക്കാനും കുട്ടികളുമായി സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ നമ്മൾ കൂടുതൽ സമയം കണ്ടെത്തുക. ഇത്തരം കാര്യങ്ങൾ നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ കുട്ടികൾ മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്ത് കുട്ടികൾ എന്താണ് കാണുന്നത്, എന്താണ് അതുകൊണ്ട് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. മോശമായ കാര്യമാണോ നല്ല കാര്യമാണോ, അപ്പോൾ അത് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ വീക്ഷിച്ചു കൊണ്ടേയിരിക്കണം. അതിനനുസരിച്ച് അതിലെന്തെങ്കിലും തെറ്റായ രീതിയിലേക്ക് കുട്ടികൾ പോകുന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ നമ്മൾ അത് തടയേണ്ടതാണ്. ഇനി കുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ കൂടുതൽ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള അവരുടെ സെൽഫ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ സ്വഭാവം നന്നാവാൻ വേണ്ടിയിട്ടുള്ള അവരുടെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ കൂടുതലായിട്ട് കാണാനും വേണ്ടിയിട്ടും അത് നല്ല രീതിയിൽ നമുക്കറിയാം മൊബൈൽ ഫോണിൽ ഒരുപാട് കാര്യങ്ങൾ നല്ലതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ കൂടുതൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ കുട്ടികളെ ട്രെയിൻ ചെയ്യുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ, ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു പരിധി വരെ നമ്മുടെ കുട്ടികളെ ഈ മൊബൈൽ അഡിക്ഷനിൽ നിന്ന്, സ്ക്രീൻ അഡിക്ഷനിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഇനി ഇതിൽ നിന്നൊന്നും കൺട്രോൾ ആവുന്നില്ലെങ്കിൽ ചില കുട്ടികൾക്ക് അൺകൺട്രോൾഡായിട്ട് ഇപ്പോൾ മൊബൈൽ ഫോൺ വാങ്ങി വെച്ചതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളുണ്ട്. മൊബൈൽ ഫോൺ വാങ്ങി വെച്ചതിൻ്റെ പേരിൽ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്ന, നമ്മൾ ആക്രമിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഇത്തരം സംഭവങ്ങളൊക്കെ നമുക്ക് പത്രമാധ്യമങ്ങളിൽ നമുക്ക് ഓരോ ദിവസവും വായിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഒരു അഡിക്ഷനിലേക്ക് കുട്ടികൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറെ കാണിക്കാം, ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്കാം. ഇതിനുമായി ബന്ധപ്പെട്ട വിദഗ്ധ സഹായം നിങ്ങൾക്ക് തേടാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഒരു വീണ്ടും കാണാം. താങ്ക് യു.